നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 21 വെള്ളിയാഴ്ചയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടർച്ചയായ 4ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്സൈഡിലെ സ്ലോപ്പിംഗ് റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു വലിയ പോസിറ്റിവിറ്റി തന്നെയാണ്. ഇന്നലത്തെ കാൻഡിലിന് മുകളിലായി ഒരു പോസിറ്റീവ് കാൻഡിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു പോസിറ്റിവിറ്റി കൂടിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഫോക്കസിൽ ഉണ്ടായിരിക്കുക IT സെക്ടറാണ്. ആക്സെഞ്ചർ ഇന്നലെ 7% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക്. ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം ബുധനാഴ്ച ഉണ്ടാക്കിയ നേട്ടം നിലനിർത്താനാവാതെ US മാർക്കറ്റുകൾ. S&P 500 0.22% ഇടിഞ്ഞു. നാസ്ഡാക്ക് 0.33%, ഡൗ ജോൺസ് 0.03% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഇന്നലെ US-ൽ നിന്നും ഒരു ഡാറ്റ പുറത്തു വന്നത് ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ചെറിയൊരു ഉയർച്ചയാണ് ഡാറ്റയിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കുന്നതിനാൽ ഉയർന്ന പലിശ നിരക്ക്, സമാനമായ അനിശ്ചിതത്വം എന്നിവ കാരണം ഭാവിയിലെ തൊഴിൽ വളർച്ച മന്ദഗതിയിലായേക്കാം എന്ന് തന്നെയാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഫെഡറൽ റിസർവ് ഈ വർഷം 2 റേറ്റ് കട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്. LSEG ഡാറ്റ പ്രകാരം എന്നാൽ 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് 71%. ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള IT സെക്ടറിലേക്ക് വന്നാൽ, ഇന്നലത്തെ വേഴ്സ്റ്റ് പെർഫോമേഴ്സ് ആയി മാറിയത് US-ൽ IT സെക്ടർ ആയിരുന്നു. ആക്സെഞ്ചറും ഇന്നലെ 7% ഇടിവുണ്ടാക്കി. ഇതുകൊണ്ട് തന്നെ US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിൽ ടെക് സ്റ്റോക്കുകൾ മങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇൻഫോസിസ് 2.75% ഇടിവും, വിപ്രോ 2.28% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.10% നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 0.87% നേട്ടവും, ഡോക്ടർ റെഡ്ഡി 1% നേട്ടവും കൈവരിച്ചു. യൂറോപ്യൻ വിപണിയിലേക്ക്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് താഴ്ന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അവിടെ എയ്റോസ്പേസ്, ഡിഫൻസ് ഓഹരികളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. സ്വർണത്തിന്റെ തേരോട്ടത്തിൽ ചെറിയൊരു റിലീഫാണ് ഇന്നലെ ഉണ്ടായത്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.3% ഇടിവ് രേഖപ്പെടുത്തി. എന്നിരുന്നാലും കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഒരു റെക്കോർഡ് നിലയിൽ തന്നെയാണ്. 66,480 രൂപയിലാണ് പവന് ഇന്നലെ ഉണ്ടായിരുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ 1.5% നേട്ടമുണ്ടാക്കി. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും മാസം 799 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു വളരെ നല്ല ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ നമ്മൾ അതിന്റെ ലിങ്കും നൽകിയിട്ടുണ്ട്. അതുവഴി പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ താരിഫുകളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇന്ത്യ താരിഫുകൾ കുറയ്ക്കുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഏപ്രിൽ 2 മുതൽ പരസ്പര താരിഫുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. മുൻപ് പലതവണ അദ്ദേഹം വിമർശനം ഉന്നയിച്ച ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഉയർന്ന താരിഫുകളെക്കുറിച്ച്. വീണ്ടും അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുകയുണ്ടായി. പങ്കാളികളുമായുള്ള ന്യായമായ വ്യാപാരത്തിന് ഊന്നൽ നൽകുകയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. IMEC കൊറിഡോറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കൊറിഡോർ പ്രധാന സഖ്യമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. കൂടാതെ യൂറോപ്യൻ യൂണിയൻ പോലുള്ള ചില US സഖ്യകക്ഷികൾ വ്യാപാരത്തിൽ US-നോട് അന്യായമായി പെരുമാറുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഏതായാലും താരിഫുകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു അവകാശവാദം തന്നെയാണ് ട്രംപ് ഉന്നയിച്ചിട്ടുള്ളത്. ഇന്നത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തയുള്ളത് മണപ്പുറം ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്. ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിന്റെ 18% ഓഹരികൾ 4,385 കോടി രൂപയ്ക്ക്, ഷെയർ ഒന്നിന് 236 രൂപ പ്രീമിയം വിലയ്ക്ക് ഏറ്റെടുക്കുന്നു. കൂടാതെ 26% അധിക നിർബന്ധിത ഓപ്പൺ ഓഫറും ആരംഭിക്കുന്നുണ്ട്. ഇത്തരത്തിലാണെങ്കിൽ 41.7% ബെയിന്റെ ഓഹരികൾ വർദ്ധിക്കും. 2024 ഡിസംബർ വരെ പ്രൊമോട്ടർമാർ കമ്പനിയിൽ 34.72% ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായ വാർത്തയാണ് മണപ്പുറം ഫിനാൻസുമായി ബന്ധപ്പെട്ടത്. എന്നിരുന്നാലും അതിലൊരു നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രൊമോട്ടേഴ്സിനേക്കാൾ കൂടുതൽ സ്റ്റേക്ക് ബെയിൻ ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നതോടെ ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സിന്റെ കൺട്രോൾ മാറി അവരുടെ കൈകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിലും അവർക്ക് നിർണായകമായ പങ്ക് വഹിക്കാനും കഴിയും. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം SIS ലിമിറ്റഡ്. കമ്പനി ബൈബാക്ക് തീരുമാനിക്കുന്നതിനായി മാർച്ച് 25 ബോർഡ് യോഗം ചേരും. മറ്റൊരു കമ്പനി റെയിൽടെൽ കോർപ്പറേഷനാണ്. കമ്പനിക്ക് 16.89 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു.
അടുത്തത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. റീസൈക്കിൾഡ് ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക്കിൽ വിദഗ്ധരായ റൂക്ലോ പ്ലാസ്റ്റ് സൈക്കിൾ എന്ന കമ്പനിയിൽ 14.3% ഓഹരികൾ വാങ്ങാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ബോർഡ് അനുമതി നൽകി. അടുത്തത് ഹീറോ മോട്ടോകോപ്പ് ആണ്. ഇലക്ട്രോണിക് 3 വീലർ വിപണിയിൽ പ്രവേശിക്കാനൊരുങ്ങി ഹീറോ മോട്ടോകോപ്പ്. യൂലർ മോട്ടോഴ്സിന്റെ 32.5% ഓഹരികൾ സ്വന്തമാക്കാൻ ഇരുചക്ര വാഹന കമ്പനി ഘട്ടമായി 525 കോടി രൂപ വരെ നിക്ഷേപിക്കും. മറ്റൊരു കമ്പനി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ആണ്. ഉൽപാദനം വിപുലീകരിക്കുന്നതിനും നൂതന എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി അലുമിനിയം, കോപ്പർ, സ്പെഷ്യാലിറ്റി, അലുമിന എന്നിവയിൽ 45,000 കോടി രൂപ നിക്ഷേപിക്കാൻ അലുമിനിയം കമ്പനി പദ്ധതിയിടുന്നു. അടുത്തത് വളരെ മുഖ്യമായിട്ടുള്ള ഒരു വാർത്തയാണ്. IT സെക്ടർ ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ IT സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതിനു മുന്നേയായി എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെയാണ് നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മുടെ ഗ്രൂപ്പിൽ നൽകാറുള്ളത്. പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലാണ്. വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഒരു മാസത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഗ്രൂപ്പിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുമുണ്ട്. അത്തരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. ഇന്ന് IT സെക്ടർ ഫോക്കസിൽ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇൻഫോസിസ്, TCS, HCL ടെക് തുടങ്ങിയ ഓഹരികൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും. ആക്സഞ്ചർ അതിന്റെ വരുമാന പ്രവചനം ഉയർത്തുകയുണ്ടായി. AI സംബന്ധമായ സേവനങ്ങൾക്ക് കൂടുതൽ ഡിമാൻഡ് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇന്നലെ US ആക്സഞ്ചർ ഏകദേശം 7% മുകളിൽ ഇടിഞ്ഞിരുന്നു. US ലിസ്റ്റ് ചെയ്ത വിപ്രോയും ഇൻഫോസിസും ഏകദേശം 2 മുതൽ 3% വരെ ഇടിഞ്ഞിരുന്നു. അടുത്തത് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഇന്ത്യയിൽ ഇൻഷുറൻസ് ബിസിനസ് ആരംഭിക്കുന്നതിന് ജർമ്മനിയിലെ അലയൻസ് SCയുമായി ജിയോ ഫിനാൻഷ്യൽ സർവീസ് പ്രാരംഭ കരാർ ഉണ്ടാക്കിയതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ മണപ്പുറം ഫിനാൻസ്, പോളിക്യാബ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇൻഡസിൻഡ് ബാങ്ക്, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. FIS ബൈയിങ്ങിലേക്ക് വന്നു എന്നതാണ് ഏറ്റവും വലിയൊരു വാർത്ത. FIS ഇന്നലെ 3,239 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DI സെല്ല് ചെയ്തത് 3,136 കോടി രൂപയ്ക്കും. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇന്നലെ അവിടെ ഒരു ഹോളിഡേ ആയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ്. 0.51% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. ഹോങ്കോങ് മാർക്കറ്റ് 0.46% ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 0.34% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 0.04% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,212 എന്ന നിലയിൽ 42 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഏകദേശം 10 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് നിഫ്റ്റിയിൽ സാധ്യത കാണുന്നുണ്ട്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഇറാനെതിരായ പുതിയ US ഉപരോധങ്ങളും മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കവും കാരണം എണ്ണവില ഉയരുകയുണ്ടായി. 1.5% ഇന്നലെ ഓയിൽ പ്രൈസുകൾ ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $72.34 പെർ ബാരൽ എന്ന നിലയിൽ 0.07% നേട്ടത്തിലാണ്. WTI ഉള്ളത് $68.45 പെർ ബാരൽ എന്ന നിലയിൽ 0.56% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒന്ന് പരിശോധിക്കാം. ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 23,190-ൽ 1.24% ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയിൽ നിന്ന് നമുക്ക് അപ്സൈഡിലെ ആ ഒരു സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് ലഭിച്ചിരിക്കുന്നു. സെപ്റ്റംബർ 2024-ലും ഡിസംബർ 2024-ലും ഫെബ്രുവരി 2025-നും ഈ അപ്സൈഡിലെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനിൽ നിന്നും ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ചിറങ്ങിയത്. ഇപ്പോൾ അവിടെ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് ലഭിച്ചു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് വരും ദിവസങ്ങളിലെ ക്യാൻഡിലുകൾ, ഒരു പോസിറ്റീവായിട്ടുള്ള ക്യാൻഡിലുകൾ ഇതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു പോസിറ്റിവിറ്റിക്ക് കൂടുതൽ ശക്തി നൽകും. ഈ ഒരാഴ്ച കൊണ്ട് നിഫ്റ്റി 5 ഡേ, 10 ഡേ, 20 ഡേ, 50 ഡേ EMAയ്ക്ക് മുകളിലായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി മന്ത്ലി ചാർട്ടിലെ നിഫ്റ്റിയെ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ഹറാമി പാറ്റേണിന് സമാനമായ ക്യാൻഡിൽ ഫോർമേഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിൽ നിന്നാണ് ഇത്തരത്തിലൊരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ ഉണ്ടായത് എന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അപ്സൈഡിൽ വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് 23,400 100 ഡേ EMA ഉള്ളത് ഈ ഒരു ലെവലിലാണ്. 200 ഡേ EMA ഉള്ളത് 23,800 ലെവലിലുമാണ്. ഫെബ്രുവരി മാസത്തെ ഹൈ ആയിട്ടുള്ള ഒരു ലെവൽ കൂടിയാണത്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 23,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000, അതിനുശേഷം 22,500, അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്.
ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,200ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ഇപ്പോഴത്തെ ATM സ്ട്രൈക്കായ 23,150ൽ 12,567% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ വെറും 37% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 23,100 സ്ട്രൈക്കിൽ 1,906% വർധനവ് കാണാം പുട്ട് സൈഡിൽ. ലോങ് ബിൽഡപ്പ് തന്നെ. എന്നാൽ 26% ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. 23,200 സ്ട്രൈക്കിൽ 12,154% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 190% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് തുടർച്ചയായ 6ാമത്തെ ദിവസവും ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ 50,000 എന്ന മാർക്കിന് മുകളിലായി ക്ലോസ് ചെയ്തു എന്നത് വളരെ വലിയൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. 360 പോയിന്റ്സാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഉയർന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിൽ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 50,500 ആയിരിക്കാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 52,000ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്കുള്ളത്. അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 12.60 എന്ന നിലയിൽ 5.23% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.